പിതാവും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചേർന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് വിവാഹം എന്ന പുതാശയിലൂടെ കുടുംബ ജീവിതത്തിൻ്റെ പ്രാരംഭം കുറിച്ച് നല്ല ദൈവമേ, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങ് പുതിയ കുടുംബത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഈ രണ്ട് കുടുംബങ്ങളെയും അങ്ങനെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പരമകാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അങ്ങനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ കർത്താവെ, വിവാഹമെന്ന പുതാശയിലൂടെ പരസ്പരം ബന്ധിതരാകാൻ പോകുന്ന ജെഫിനെയും കൃപയെയും പരിശുദ്ധാമ്മയുടെ മുമ്പിലഹൃദയം വഴിയായി ഈശോ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തെയും ഞങ്ങൾ യാത്ര ചെയ്യുന്ന നിരത്തുകളെയും എല്ലാ വഴിയാത്രക്കാരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതരായി കാത്തു പരിപാലിക്കുവാൻ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് മേൽ തരണമേ. അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നിന്റെ പാദങ്കലിൽ തട്ടാതെ ഞാൻ കരങ്ങളിൽ വഹിച്ചുകൊള്ളുന്നു ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത കർത്താവെ, എല്ലാ അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങളെയും അമ്മയുടെ നിറവിലേക്ക് വേണ്ടി ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് അമ്മേ മാതാവെ നിറവുകളാക്കി മാറ്റണമേ. കനായിലെ കല്യാണ വീട്ടിലേക്ക് കടന്നുചെന്ന് അവരുടെ കുറവുകൾ കണ്ട് അമ്മ തിരുക്കുമാരുടെ മധ്യസ്ഥ അപേക്ഷിച്ചതുപോലെ ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളെയും, മുഴുത്തേറ്റ് കുടുംബത്തെയും കദളിക്കാട്ടിൽ കുടുംബത്തെയും അമ്മയുടെ ഹൃദയം വഴിയായി ഈശ്വരകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയെ കുറവുകളെല്ലാം പരിഹരിച്ച് നിറവുകളാക്കി മാറ്റി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ കഴിയരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശം, അരാധകത്വം വരുത്തുന്നു. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ. എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ. ഇരുളല മൂടുമീ വഴിയോരങ്ങളിൽ
മെഴുതിരിനാളമായിടുന്നീശോ, കുളിരലയായി തഴുകുന്നീശോ, എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ. പുകയുന്ന മനസ്സിൽ തണുവായി വന്നൻ അരികേയിരിക്കുന്നീശോ, പുകയുന്ന മനസ്സിൽ തണുവായി വന്നൻ അരികേയിരിക്കുന്നീശോ, എൻ കരൾ വിങ്ങി കരയുമ്പോഴും ഞാനറിയാതെ തളരുമ്പോഴും, എൻ കരൾ വിങ്ങി കരയുമ്പോഴും ഞാനറിയാതെ തളരുമ്പോഴും, മൃദുസ്നേഹത്തിൻ വിരലോടെ എൻ മിഴിനീരു തുടയ്ക്കുന്നവൻ, എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീ.